നേരെ തലസ്ഥാനത്തേക്ക് വന്നാൽ സിദ്ധാർത്ഥന് നീതി ആവശ്യപ്പെട്ട് സത്യാഗ്രഹ സമരവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് രാവിലെ 10 മുതൽ നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീടിന് സമീപത്താണ് സത്യാഗ്രഹം. കൂടാതെ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കൂടി ആയിരങ്ങൾ അണിനിരുന്ന റോഡ് ഷോയോടെയാണ് പ്രചരണ രംഗത്തേക്ക് സജീവമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ വരവിനെ ആർഭാടമായാണ് പ്രവർത്തകർ സ്വീകരിച്ച. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ശാലിനി ചെയ്യുന്നുണ്ട്. ശാലിനി, എപ്പോഴാണ് കേന്ദ്രമന്ത്രിയുടെ ഈ പ്രതിഷേധം ആരംഭിക്കുക? ഒപ്പം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരുവനന്തപുരം ഇന്നലെ കണ്ടതാണ്. NDAയുടെ നേതാക്കന്മാരെല്ലാം ഒന്നടങ്കമാണ് വിമാനത്താവളത്തിലേക്ക് എത്തി സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ആദ്യം നമുക്ക് സമരവാർത്തകളിലേക്ക് തന്നെ പോകാം. എന്താണ് ഏറ്റവും പുതിയ ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ? ഉമേഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു നീതിക്കായ ഒരു കുടുംബം തെരുവിലിറങ്ങിയ കാഴ്ചകളായിരുന്നു ജനം TV കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ധാർത്ഥിന് വേണ്ടി പുറത്തുവിട്ടത്. ആ വാർത്തയുടെയൊക്കെ തുടർച്ചയെന്നോണമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് ആ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ ഒരു കേന്ദ്ര ഏജൻസി സിദ്ധാർത്ഥന്റെ വൈത്തിരി വെറ്റിനറി കോളേജിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മരണത്തിന്റെ ശരിയായ ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി എത്തുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, ഒരു സ്വതന്ത്ര ഏജൻസി വന്നാൽ മാത്രമേ ഈ കേസിന്റെ കൃത്യമായ പ്രതികളിലേക്കും മറ്റു കൂടുതൽ ആളുകളിലേക്കും ഒക്കെ തന്നെ അന്വേഷണം എത്തുകയുള്ളൂ എന്നത് ആദ്യം മുതൽ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ജുഡീഷ്യൽ അന്വേഷണത്തിനൊക്കെ തന്നെ നടപടികൾ ഗവർണർ സ്വീകരിച്ചൊരു സാഹചര്യം. CBI അന്വേഷണം വേണമെന്നുള്ള നടപടിയിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണത്തിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ കടന്നൊരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഈ അന്വേഷണം ഏറ്റെടുക്കണം. ഒപ്പം തന്നെ SFI PFI ബന്ധം പുറത്തു വരുന്നൊരു കേസാണ്. അതിൽ കൂടുതൽ ക്രിമിനലുകൾ, പ്രത്യേകിച്ച് കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ കുടുംബം ആരോപിക്കുന്നത് 130ഓളം വിദ്യാർത്ഥികൾ ഈ കാഴ്ച കാണാൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ നടുക്കളത്തിലിട്ട് അർദ്ധനഗ്നനാക്കി പൊതുവിചാരണ ചെയ്തത് കണ്ടുനിന്നവരുണ്ട്. ഇവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെ ഈ ഡീൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് ആരോപണമായി കുടുംബം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ മരണം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് പോലീസ് പോലും വരുന്നതിന് മുൻപ് തന്നെ ഈ മൃതദേഹം അവിടുന്ന് മാറ്റുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ ഈ കേസിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ പക്ഷേ നേതാക്കളൊക്കെ തന്നെ കൂടുതൽ എത്തുമ്പോൾ ആദ്യം ആ കുടുംബത്തേക്ക് എത്തിയത് വി മുരളീധരനായിരുന്നു. കുടുംബത്തെ ചേർത്ത് പിടിച്ചതും അദ്ദേഹമായിരുന്നു. പിന്നീടാണ് വലിയ രീതിയിൽ ചർച്ചയാവുകയും കൂടുതൽ ജനപ്രതിനിധികളൊക്കെ അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ എന്തായാലും നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം തന്നെ ഇന്ന് CBI അന്വേഷണം വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങുകയാണ്. അതേ ഘട്ടത്തിൽ തന്നെയാണ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ ഒരു സത്യാഗ്രഹ സമരത്തിന് കൂടി ഇന്ന് വി മുരളീധരൻ തുടക്കമിടാൻ പോകുന്നത്. 24 മണിക്കൂർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടാള തെരഞ്ഞെടുപ്പ് പ്രചാരണമുണ്ട്. അതിനിടയിലാണ് ആ ഒരു സാധാരണ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും അവർക്ക് നീതിക്ക് വേണ്ടി പോരാടാനുമുള്ള വി മുരളീധരന്റെ പ്രയത്നം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഏകദേശം 18ഓളം പ്രതികളുടെ ഔദ്യോഗികമായിട്ടുള്ള അറസ്റ്റും മറ്റ് നടപടികളും തെളിവെടുപ്പും ഒക്കെ തന്നെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 30-ലധികം വരുന്ന പ്രതികൾക്ക് നേരിട്ട് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. സിൻജോ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇത്രയധികം SFI പ്രവർത്തകർ ഈ ഒരു മരണത്തിൽ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന സംഭവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു വിദ്യാർത്ഥിനി കൂടി ഇതിൽ സിദ്ധാർത്ഥന്റെ പേരിൽ വ്യാജ പരാതി നൽകാൻ കൂട്ടുനിന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട്, ഒരു അധ്യാപികയുണ്ട്. ഒപ്പം മറ്റ് ചില അധ്യാപകരുമുണ്ട്. പ്രത്യേകിച്ച് തെളിവ് നശിപ്പിക്കാനും മറ്റ് SFIക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും കൂട്ടുനിന്നതിനും പലതവണയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടും അത് മറച്ചുവെച്ച അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്കെതിരെയും കൃത്യമായ നടപടി വേണം. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണമെന്നൊരാവശ്യവുമായി മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് അദ്ദേഹം സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്ന 10 മണിക്ക് ഔദ്യോഗികമായി പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും കൂടുതൽ പ്രതികരണമൊക്കെ തന്നെ നമുക്ക് പിന്നീട് വരികയും ചെയ്യും. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയെയും ഈ കുടുംബം കാണാനുള്ള സാധ്യതയുണ്ട്. സിദ്ധാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി അല്ലെങ്കിൽ ഒരു നിവേദനം ഇന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകാനാണ് സാധ്യത. ഉമേഷ്, ശാലിനി, വി മുരളീധരൻ കുടുംബാംഗങ്ങളെ കണ്ട ശേഷമാണോ സമര പരിപാടികളിലേക്ക് കടക്കുക? കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഈ വേദിയിലേക്ക് എത്തുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നോ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ?
ഉമേഷ്, നിലവിൽ ഔദ്യോഗികമായി തന്നെ കേന്ദ്രമന്ത്രി ആ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി ഒരുപക്ഷെ വലിയ രീതിയിൽ ചർച്ചയാകുന്നതിന് മുൻപ് തന്നെ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കൂടുതൽ അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നാലും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബം സത്യാഗ്രഹ പന്തലിലേക്ക് എത്തുമോ എന്നുള്ളത് ഇപ്പോഴും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം ഒരുപക്ഷെ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയെ കാണാനുള്ള വരവിലായിരിക്കും. എങ്കിൽ പോലും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സമരമുഖത്ത് ആ കുടുംബം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടുകൂടി ഔദ്യോഗികമായി പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്യും. കൂടുതൽ BJP നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള അവർ ഈ സമരപന്തലിൽ ഉണ്ടാകും. പ്രാദേശിക BJP നേതാക്കന്മാരുണ്ടാകും. കൂടുതൽ കേന്ദ്ര നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണം അറിയിച്ചൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ പല CPM നേതാക്കന്മാർ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഇതിനെ മുതലെടുക്കാൻ പല രീതിയിലും പല കോണുകളിൽ നിന്നും ശ്രമം നടക്കുന്നുണ്ട്. അതൊന്നും അനുവദിച്ചുകൂടാ. കൃത്യമായും സിദ്ധാർത്ഥന്റെ ഘാതകർ ആരൊക്കെയാണോ അവർ നിയമത്തിന് മുൻപിൽ വരണം. ഒപ്പം തന്നെ കൃത്യമായ നിയമ നടപടി നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ പോലീസ് ചില വീഴ്ചകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിൽ പ്രതികളായ SFI സ്ഥാനത്ത് അല്ലെങ്കിൽ SFIയുടെ പ്രതിനിധികളായി SFI പ്രവർത്തകരായി ഉള്ള പങ്ക് കുടുംബം ഉൾപ്പെടെ ആരോപിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാനോ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനോ ആദ്യഘട്ടങ്ങളിൽ പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് വലിയ രീതിയിൽ വിമർശനങ്ങൾ പോലീസിന് നേരെ ആഭ്യന്തര വകുപ്പിന് നേരെ ഉയർന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത്. പക്ഷെ ആ അന്വേഷണ സംഘത്തിലും തങ്ങൾ തൃപ്തരല്ല, അല്ലെങ്കിൽ അവസാന ഘട്ടങ്ങളിൽ ഒരു അട്ടിമറി ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഈ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നിലവിൽ തന്നെ സാധാരണ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കായിരുന്നു പോലീസിന്റെ അന്വേഷണം ഓരോ തരത്തിലും മുന്നോട്ട് പോയത്. കാരണം ഇന്നലെ ഏറെ വൈകിയാണ് ഈ കുറ്റവാളികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന പോലും എന്ന വകുപ്പ് പോലും ചുമത്തിയത്. അതിന് മുൻപ് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇപ്പോഴും ഇതൊരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ തന്നെ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്നു. മാത്രമല്ല കോളേജിലെ സ്ഥിരം സാന്നിധ്യമായ CPM നേതാക്കന്മാരിലേക്ക് പലരും സംശയത്തിൻ്റെ വിരൽ ചൂടുന്നുണ്ട്. ഇവരൊക്കെ ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത് പുറത്തറിയിച്ചില്ല, അല്ലെങ്കിൽ CPMൻ്റെയും SFIയുടെയും ഒക്കെ ഉന്നത നേതാക്കന്മാർ എപ്പോഴും ഉണ്ടാവുന്ന കോളേജ് പരിസരത്ത് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ട് അവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഇതിനൊക്കെ രാഷ്ട്രീയമായി ആരൊക്കെയോ കൂട്ടുനിൽക്കുന്നു. മാത്രമല്ല ഈ പ്രതികളായ SFI പ്രവർത്തകരെ കൊണ്ടുപോയ കോടതിയിലേക്ക് ഉൾപ്പെടെ CPM നേതാക്കന്മാർ അവിടേക്ക് എത്തുന്നു. മറ്റൊരു കാര്യം കൂടി, ഈ സിദ്ധാർത്ഥ് SFI ആണെന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമങ്ങളുണ്ടായിരുന്നു. അച്ഛൻ തന്നെ നിഷേധിച്ചിരുന്നാൽ ഇന്നലെ CPMൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി ഒക്കെ അവിടെ പ്രസംഗിച്ചത്, ഒരു രാഷ്ട്രീയ വിശകലന യോഗത്തിലൊക്കെ പ്രസംഗിച്ചത് സിദ്ധാർത്ഥ് സജീവ SFI പ്രവർത്തകനായിരുന്നു, അതുകൊണ്ട് മരണത്തിൽ നടപടി ഉണ്ടാകണം എന്നൊക്കെ വലിയ ആവശ്യമൊക്കെ CPMൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഉയരുന്നുണ്ട്. ആരെ ബോധിപ്പിക്കാനാണ് ഈ നാടകമെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഉമേഷ്, അത് തന്നെയാണ് ആദ്യഘട്ടം മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചകൾ എണ്ണി അക്കമിട്ട് കുടുംബം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുടുംബം നടത്തിയ ഒരു സമയോചിതമായ ഇടപെടലാണ് ഒരു പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ശ്രദ്ധ ആകർഷിച്ചത്. ആദ്യം തന്നെ സംഭവം നടന്ന ശേഷം ഒരു അസ്വാഭാവികത കുടുംബത്തിന് അനുഭവപ്പെടുന്നു. സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പക്ഷേ SFIയുടെ പ്രതിനിധികൾക്കും പ്രവർത്തകർക്കും ഒളിക്കാനുള്ള അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള ഇതിനൊക്കെയുള്ള സമയം പോലീസ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കുടുംബം ആരോപിക്കുന്നതും അത് തന്നെയാണ്. ബെയിലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജാമ്യം കിട്ടാവുന്ന നിസ്സാര വകുപ്പുകളായിരുന്നു പ്രതികൾക്കെതിരെ ഇതുവരെയും ചുമത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗൂഢാലോചന, അല്ലെങ്കിൽ കൊലപാതക ശ്രമം, ആത്മഹത്യാ പ്രേരണ, അങ്ങനെയുള്ള അല്ലെങ്കിൽ കൂട്ടം ചേർന്നുകൊണ്ടുള്ള ആൾക്കൂട്ട കൊലപാതകം, അങ്ങനെയുള്ള ഒരു വകുപ്പുകളും ഈ പ്രതികൾക്കെതിരെ ചുമത്താത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനം കുടുംബം തന്നെ നടത്തുകയുണ്ടായി. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് ഉള്ള ഒരു ആവശ്യത്തിലേക്ക് കുടുംബം തന്നെ എത്തുന്നത്. അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പരാതി ഇന്ന് മുഖ്യമന്ത്രിക്ക് നൽകാൻ ഈ കുടുംബം ഒരുങ്ങുകയും ചെയ്തത്. സമാനമായ കാര്യം തന്നെയാണ് V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി മാധ്യമങ്ങളെ കണ്ടപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത്. കാരണം അവരെ സംരക്ഷിക്കാൻ, പ്രതികളെ സംരക്ഷിക്കാൻ തുടക്കം മുതൽ പോലീസ് കൂട്ടുനിൽക്കുന്നു. പ്രത്യേകിച്ച് നിലവിലൊരു DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെയുണ്ട്. പക്ഷേ ആ അന്വേഷണ സംഘം പോലും അവസാന നിമിഷങ്ങൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. സമാനമായ കേസുകളൊക്കെ തന്നെ ആദ്യഘട്ടങ്ങളിൽ കാണിക്കുന്ന ചൂട് ഒരുപക്ഷെ പ്രതികളെ പിടികൂടി അല്ലെങ്കിൽ പ്രതികളെന്ന് പറയുന്ന കുറച്ചുപേരെ കണ്ടെത്തിയ ശേഷം പിന്നീട് ആ പോലീസിന്റെ നിലപാടുകൾ മാറുന്നു, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കേസ് പോലീസ് തന്നെ അട്ടിമറിക്കുമെന്നുള്ള ഒരു ആശങ്ക കുടുംബം പങ്കുവെക്കുന്നത്. ആ ആശങ്ക തന്നെയാണ് പൊതുസമൂഹത്തിനും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ്, CPM ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായും സിദ്ധാർത്ഥനെ CPMന്റെ അംഗമാക്കാനും SFI അംഗമാക്കാനും ഒക്കെ തന്നെയുള്ള ശ്രമം തീവ്രമായി വയനാടും തിരുവനന്തപുരത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൊല നടത്തിയതിനു ശേഷം SFI പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ SFIക്കാരനാണ് മരണപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു
അറിയിച്ചുകൊണ്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും വീടിന് മുൻപിൽ ഒരു ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവെക്കുക, പിന്നീട് അത് പ്രതിഷേധമായതോടുകൂടി അത് അവിടെ നിന്ന് മാറ്റുക, അത്തരത്തിലുള്ള ഒരു നിലപാട് SFIയും CPM-ഉം ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും അതിലൊക്കെ നീതി വേണം, ഒപ്പം തന്നെ ഒരു CBI അന്വേഷണം ഇങ്ങോട്ടേക്ക് വരണം, സ്വതന്ത്ര ഏജൻസി കേസ് അന്വേഷിക്കണം, കൃത്യമായ പ്രതികളിലേക്ക് പോകണം. ഇനി ഒരു സിദ്ധാർത്ഥും ഒരു കലാലയത്തിലും ഉണ്ടാകരുത്, കലാലയങ്ങൾ കലാപഭൂമിയാക്കരുത് എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു ജയപ്രകാശോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അച്ഛനോ പൊതുസമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് ജയപ്രകാശ് പലതവണ ആവർത്തിക്കുന്നുമുണ്ട്. അത്തരത്തിലാണ് ഒരു നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ CBIയെ സമീപിക്കാനും ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് V മുരളീധരൻ കേന്ദ്രമന്ത്രിയും അവിടെ ഇന്ന് സത്യാഗ്രഹം ആരംഭിക്കാൻ പോകുന്നത്. ഉമേഷ്, എന്തായാലും ഷാനിലിക്കും ജനം ടിവിയുടെ തിരുവനന്തപുരം ബ്യൂറോയ്ക്കും ഒക്കെ അഭിമാനിക്കാം. കേവലം ഒരു ആത്മഹത്യയായി മാത്രം ഒതുക്കപ്പെടാവുന്ന ഒരു കേസാണ്. ഇത്ര ക്രൂരമായൊരു വിദ്യാർത്ഥിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ കാരണക്കാരായത് ജനം ടിവിയുടെ തിരുവനന്തപുരം ബ്യൂറോയും ഷാനിലിയും ഒക്കെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഷാനിലിക്കും അല്പം അഭിമാനിക്കാം.